പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങളിൽ ദ്രാവകം ഒഴിച്ച കേസിൽ കസ്റ്റഡിയിലുള്ള ആളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ബീച്ചിൽ കുപ്പി പെറുക്കി വിൽക്കുന്ന ആളാണ് കസ്റ്റഡിയിലുള്ളത്. അതിക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം. സജോ ദേവസ്യ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സജോ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ബുധനാഴ്ചയാണ് കണ്ണൂർ പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ EK നായനാർ മുതൽ കോടിയേരി ബാലകൃഷ്ണൻ വരെയുള്ള 4 CPIM നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങളിൽ ദ്രാവകമൊഴിച്ച് വികൃതമാക്കിയത്. അതിലാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂർ തോട്ടട സ്വദേശിയാണ് ഇദ്ദേഹം. ഈ ബീച്ചിലും മറ്റും ഉപേക്ഷിക്കപ്പെട്ട കുപ്പികൾ പെറുക്കി ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് ഇപ്പോൾ പറയുന്നൊരു കാര്യം, ഇതിൽ ഒഴിച്ചത് അതിൻ്റെ ലാബ് റിസൾട്ട് പരിശോധനാ ഫലം ഇന്ന് ലഭ്യമാകും. അതിൽ ഈ ഉപേക്ഷിക്കപ്പെട്ട കുപ്പിയിലുണ്ടായിരുന്ന പഴകിയ സോഫ്റ്റ് ഡ്രിങ്ക്, അതായത് ശീതള പാനീയമാണ്. അത് പഴകുമ്പോൾ അതിന് സ്വഭാവമാറ്റം സംഭവിക്കും. അതാണ് ഈ സ്മാരക സ്തൂപങ്ങളിൽ ഒഴിച്ചത്. അതങ്ങനെ വികൃതമാക്കുന്ന രീതിയിലേക്ക് പിന്നീട് മാറും. അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഗ്രാനൈറ്റിൽ കൊത്തിയ ചിത്രം ഉൾപ്പെടെ പൂർണ്ണമായും വികൃതമായിരുന്നു. അത് ഈ സോഫ്റ്റ് ഡ്രിങ്ക് പഴകുമ്പോൾ അതിന് സ്വഭാവമാറ്റം ഉണ്ടാകും. അതാണ് ഉപയോഗിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും ഒരു നേരത്തെ അവിടെ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലുള്ള നേതാക്കളുടെയും മറ്റുമൊക്കെ സ്മൃതി കുടീരങ്ങൾ അവിടെയുണ്ട്. അതായത് വിവിധങ്ങളായ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലുള്ള അഴീക്കോട് മാഷ് മുതൽ AKG വരെയുള്ള വ്യത്യസ്തരായ മഹാരഥന്മാരുടെ സ്മൃതി കുടീരങ്ങളുണ്ട്. അതിൽ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ മാത്രമാണ് ഈ ദ്രാവകം ഒഴിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട സംശയകരമായ ഒരു കാര്യമായി പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. എന്തിനാണ് ഒഴിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ഇയാളെ ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. അറസ്റ്റിലേക്ക് കടന്നേക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ലഭ്യമാകുന്നത് പ്രകാരം ഇയാളെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്യുന്നത് തുടരും. അതിനുശേഷം അറസ്റ്റിലേക്ക് കടന്നേക്കും. മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി, അതായത് അവിടെ CPM നേതാക്കളും പ്രവർത്തകരും ഒക്കെ വൈകാരികതയോടെ കാണുന്ന സ്ഥലത്ത് ഇത്തരം ഒരു ദ്രാവകം ഒഴിച്ചു, ആ CPM നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങളിൽ എന്തുകൊണ്ട് ദ്രാവകം ഒഴിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. അത്തരം പരിശോധനകൾ നടക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം അതിനെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമോ ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രാഥമിക നിഗമനമാണ്. ഏതായാലും തുടർ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പോലീസ് കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. SK. Okay, thank you, Sajjo Devasya.